ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ പറഞ്ഞ് അവസാനം ഇനി നീറ്റ് എന്നാണ് നമ്മൾ നീറ്റ് എടുക്കാൻ പോകുന്നത്? മെയ് 4th. ആ മെയ് 4th ഇനി ആകെ നമ്മളെടുത്തുള്ളത് 160 ഡേയ്സാണ്. 160 ഡേയ്സാണ്. ഇനിയൊരു പെട്ടെന്ന് ഈ 2 വീക്സും കൂടി അപ്രോക്സ് 10 to 14 ഡേയ്സും കൂടി കഴിഞ്ഞാൽ 5 months ഉള്ളൂ ഇനി. അപ്പോൾ സമയം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സമയം നമുക്ക് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ആരാണോ ആ ടൈം വരെയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഓരാണ് ചാമ്പ്യൻസ് ആവുക. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, ആ 1 year സ്ട്രാറ്റജി എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയത് എനിക്കെന്തോ ഇപ്പം എടുത്തുണ്ടാക്കിയ പോലെ. നിങ്ങളുടെ ചാനലിൽ പോയാൽ ഞാൻ എങ്ങനെയാണ് 1 year പഠിക്കേണ്ടത് എന്നുള്ളത് പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നു. അതൊന്നും ഇപ്പം എടുത്ത് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ സമയം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഉള്ള സമയം മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും 160 ഡേയ്സ്, അത് 5 months പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ സമയത്തിൻ്റെ പോക്കിൻ്റെ സ്പീഡ് കണ്ടുതരാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ വെച്ചാൽ, ഇനിയുള്ള 160 ഡേയ്സ് കുറേ പേര് സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റഡി പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനിയുള്ള 160 ഡേയ്സ് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എയിം എന്തായാലും ടാർഗറ്റ് എപ്പോഴും 700+ തന്നെ വെക്കുക. ഇനി പറ്റുകയാണെങ്കിൽ 720 ഔട്ട് ഓഫ് 720 തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ എയിം ചെയ്ത് വെക്കുക. കാരണം ഇപ്പോഴത്തെ നീറ്റിൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഈസി ആയിട്ട് നമുക്ക് 720 ഔട്ട് ഓഫ് 720 സ്കോർ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, 720 തന്നെ എയിം ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ കുറച്ച് നമ്മൾ 720 തന്നെ എയിം ചെയ്താൽ, നമ്മൾ പ്രൊജക്റ്റൈൽ എറിയുമ്പോൾ പറയല്ലോ, ഇവിടുന്ന് പ്രൊജക്റ്റൈൽ എറിഞ്ഞാൽ അത് നമ്മൾ ഇവിടെയാണ് നമ്മളെ ടാർഗറ്റെങ്കിൽ ഇത് ഇങ്ങനെ പോയിട്ട് ഇവിടെ തട്ടുക, കുറച്ചൊന്ന് ഡിപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പീക്ക് എയിം ചെയ്യുക. എന്നിട്ട് അത് ഇപ്പോൾ കുറച്ചടിക്കും. ഇപ്പോൾ നമ്മൾ എയിം എന്ന് പറഞ്ഞാൽ എന്താ, 720 ഔട്ട് ഓഫ് 720. അപ്പോൾ നമുക്ക് എന്താവും, 700 to 700+ എന്നുള്ള റേഞ്ചിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാം. അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. ഇനി ഈ 160 ഡേയ്സിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സിലബസ് പ്ലാൻ ചെയ്യുക, സിലബസ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു പ്ലാൻ ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് എങ്ങനെ പ്ലാൻ ചെയ്യുക, പിന്നെ റിവിഷനും മോക്ക് ടെസ്റ്റും, ഇതൊക്കെ കൂടി 4 ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ ടൈം നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളെ ലാസ്റ്റ് 45 to 60 ഡേയ്സ്, അതായത് 1.5-2 മാസം എന്ത് ചെയ്യുക, ഈ മോക്ക് ടെസ്റ്റ് റിവിഷൻ എന്നുള്ള പാർട്ടിന് എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ടൈം, അതായത് അതിന് മുന്നുള്ള ഈ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് ഓർ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഇപ്പോൾ 2 months ആണ് വെക്കുകയാണെങ്കിൽ, ഈ 2 months മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള ഫുൾ സിലബസും തീർത്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ അതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് എങ്ങനെ തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഇനിയും പറഞ്ഞുതരാം. അതെങ്ങനെ തീർക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ സിലബസ് പാർട്ട് പോവുക. സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് 83 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ 29 ചാപ്റ്റേഴ്സ് ഉണ്ട്, കെമിസ്ട്രി 22 ആൻഡ് ബയോളജി 32 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിന് നമ്മളടുത്തുള്ള ടൈം എത്ര, 100 to 120 ഡേയ്സ് ആണ്. നമുക്ക് കൂട്ടാം ഒരു 15 വീക്സ് ഉണ്ട് അപ്രോക്സ് നമുക്ക് കൂട്ടാം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഈ ടൈമിൻ്റെ ഉള്ളിൽ കഴിക്കണമെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു വീക്കിലി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ഈ വീക്കിൽ ഞാൻ എന്ത് ചെയ്യും, ബയോളജിയിൽ നിന്ന് 2 ചാപ്റ്റേഴ്സ് ഞാൻ തീർക്കും. അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിയിൽ നിന്ന് 1.5 ചാപ്റ്റേഴ്സ് വെച്ച് തീർക്കും. ഇതിൽ നിങ്ങളൊരു കറക്റ്റ് 1.5 അല്ല, ഇതിൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫിസിക്സിൽ എന്താ വെച്ചാൽ ആ ചാപ്റ്ററിൻ്റെ നോക്കും. ഇപ്പോൾ ഫിസിക്സിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ചാപ്റ്റർ ഫുള്ള് തീർക്കുക, അടുത്ത ചാപ്റ്ററിൻ്റെ ഒരു 30% തീർക്കുക. കെമിസ്ട്രിയിൽ എന്താക്കുക, കുറച്ച് കൂട്ട് 1.5 എന്നുള്ളത് അതായത് ഒരു 1.7 ആക്കുക. ഒരു ചാപ്റ്ററിൻ്റെ ഒരു 100% തീർക്കുക, ഫുള്ള് തീർക്കുക. പ്ലസ് എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ചാപ്റ്ററിൻ്റെ 70% തീർക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അതാണ് ഞാൻ ഈ സിമ്പിളോട് മീൻ ചെയ്തതാണ്. അതായത് ഫിസിക്സിന് കുറച്ചും കൂടെ കൂടുതൽ ടൈം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. കെമിസ്ട്രി ആ ടൈം എന്ത് ചെയ്യുക, ആ കൂടുതൽ കൊടുക്കാനുള്ള ടൈം കെമിസ്ട്രിയിൽ നിന്ന് ലാഭിച്ചിട്ട് ഫിസിക്സിന് കൊടുക്കുക. അപ്പോൾ വീക്കിലി നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഒരു 1.5 വരെ ഒരു 1.3 കൂട്ടുക, 1.3 ഒരു 1.3 1.4 അത് എന്ത് ചെയ്യുക. അതേപോലെ കെമിസ്ട്രിക്ക് ഒരു 1.6 1.7 അങ്ങനെ എന്ത് ചെയ്യുക, തീർക്കുക. ഇനി ഈ ടൈമിൽ നിങ്ങൾ ലെക്ചേഴ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു 1.5 to 2x കാണാൻ നോക്കുക. കാരണം പല ക്ലാസ്സും വളരെ മെല്ലനെ എടുക്കുക. അപ്പോൾ ഒരിക്കലും ആ സ്പീഡിൽ കാണാതെ 1.5 to 2x കാണാൻ നോക്കുക. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാതെ റെക്കോർഡഡ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലൈവിന് ശേഷമായിരുന്നു കാണാം. എന്നാൽ അത് ഫുള്ള് സ്പീഡിൽ, ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 1.5 to 2x സ്പീഡിൽ കാണാൻ പറ്റുള്ളൂ. കാരണം ഇനി നിങ്ങൾക്ക് അങ്ങനെ ടൈമില്ല. ആകെ ഞാൻ പറഞ്ഞ പോലെ 160 ഡേയ്സ് ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കണം. നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സസ് എന്തൊക്കെ കാണുന്നത് ഒഴിവാക്കിയിട്ട് ഈ 1.5 to 2x കാണുക. അതേപോലെ തന്നെ സ്കിപ്പും ചെയ്യുക. ഇപ്പോൾ ലൈവ് ആണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ടോപ്പിക്കോട് ടീച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റെക്കോർഡഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയേണ്ട കൺസെപ്റ്റ് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക,
പെട്ടെന്ന് പെട്ടെന്ന് ഈ ഞാൻ പറഞ്ഞ പോലെ 15 വീക്സ് തന്നെ നിങ്ങൾ എല്ലാ സിലബസും തീർക്കാൻ നോക്കുക. ഇനി ഡെയിലി നോക്കുകയാണെങ്കിൽ ഡെയിലി എങ്ങനെ ചെയ്യുക വെച്ചാൽ നിങ്ങൾ ബയോക്ക് ഒരു 2 to 3 ഹവർ കൊടുക്കുക. പിന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും എന്ത് ചെയ്യുക 4 ഹവർ വെച്ച് കൊടുക്കുക. ഇതിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ 4 ഹവർ കെമിസ്ട്രിയിൽ 3 ഹവർ ഫിസിക്കലിന് കൊടുക്കുക, 1 ഹവർ ഇനോർഗാനിക്കിന് ഓർഗാനിക്കോ, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ വീക്ക്. അപ്പോൾ നിങ്ങൾ വീക്ക് ഏതാണ് ഏരിയ, അപ്പോൾ ഇനോർഗാനിക്കാണ് കൂടുതൽ വീക്കെങ്കിൽ ആ ടൈം ഇനോർഗാനിക്കിന് കൊടുക്കുക, ഓർഗാനിക് ആണെങ്കിൽ അത് ഓർഗാനിക്കിന് കൊടുക്കുക. അങ്ങനെ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി ഒരു പ്ലാൻ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാനൊരു 4 ഹവർ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 4 ഹവർ മാത്രം പഠിക്കുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ബയോ ഒരു 2 to 3 നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ 1.5 ഹവർ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഷുക്കൂർ പറഞ്ഞു 2 ഹവർ, അപ്പോൾ കുറച്ചും കൂടി ബയോ, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നേരത്തെ കഴിയുകയാണെങ്കിൽ ആ ടൈം എടുത്തിട്ട് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ എടുത്ത് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ വീക്ക് ഇത്ര ഞാൻ ഉദ്ദേശിക്കണുള്ളൂ. ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വീക്ക് സബ്ജക്ട്സിനായിരിക്കണം കൂടുതൽ ഫോക്കസ് ഓർ ടൈം കൊടുക്കേണ്ടത്. ആൻഡ് നിങ്ങൾ സ്ട്രോങ് സബ്ജക്ട്സിന് കുറച്ച് റിലേറ്റീവ്ലി ടൈമും ഫോക്കസും കുറച്ച് കുറക്കുക. ഇനി ഇതേ ടൈമിൽ തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് നിങ്ങൾ ബുക്ക് എടുക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കുക, ആകെ ഒറ്റ ബുക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഇനി ടൈമില്ല കുറേ ഫാൻസി ബുക്കിൻ്റെ പിന്നാലെ പോകാനും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോച്ചിങ് മൊഡ്യൂളാണ് ഫോളോ ചെയ്യണമെങ്കിൽ അത് നല്ല അടിപൊളിയായി അത് മാത്രം ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ MTG ആണെങ്കിൽ MTG ഫോളോ ചെയ്യുക, DC ബാൻഡ് ആണെങ്കിൽ DC ബാൻഡ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏത് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് ഒരു ബുക്ക് എടുക്കുക, അത് നല്ല തറോലി ഫോളോ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും റിമൈൻഡ് ചെയ്യണം, 160 days ഉള്ളൂ. സ്മാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പലയിടത്തും ഞാൻ കണ്ടുകൊണ്ടെന്ത്, ചിലവർക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ റിലേറ്റീവ്ലി കൂടുതൽ ഇഷ്ടം. ഫോർ എക്സാമ്പിൾ കറണ്ട് ഇലക്ട്രിസിറ്റി, അപ്പോൾ അവരെന്ത് ചെയ്യും, അത് കോച്ചിങ് മൊഡ്യൂളിൽ നിന്ന് ചെയ്യും, DC ബാൻഡിൽ ചെയ്യും, MTG ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് പൊട്ടത്തരം കാണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഈക്വൽ. കാരണം ഇപ്പോൾ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഉള്ള ചാപ്റ്റർ കൂടുതൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സെലക്ഷൻ കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുന്നില്ല. കാരണം ഈ നീറ്റിന് പറഞ്ഞാൽ NTA നടത്താൻ നമുക്കറിയില്ല, ഈച്ച് ആൻഡ് എവരി ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പ്രയോറിറ്റി വൈസ് അങ്ങനെ ഒന്നും നോക്കാതെ എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട്, കാരണം ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈസി ക്വസ്റ്റ്യൻ വരിക, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ടഫ് ക്വസ്റ്റ്യൻ വരിക, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യുക ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് കൊടുത്തിട്ട് നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെ സിലബസിനെ കുറിച്ചും പറഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നേരെ വരാൻ പോകുന്നതാണ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് ഗൈസ് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും, ബിക്കോസ് ഇതിനാകെ നീറ്റിന് കുറച്ച് മനസ്സിലേ ലെഫ്റ്റ് ഉള്ളൂ. ബട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസും ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ആക്റ്റീവ് റിവിഷൻ തുടങ്ങാനുള്ള ടൈമായി. കാരണം നിങ്ങൾക്ക് അറിയാലോ ഇതിപ്പോൾ ഒരു ഹൈ ടൈമാണ്. ആൻഡ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിനായിട്ടുള്ള ഒരു റൈറ്റ് ചോയ്സ് ആണ് മെമോനീറ്റിന്റെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ്. മെമോനീറ്റ് അവർ ഈ ടെസ്റ്റ് സീരീസ് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ജെന്യൂൻ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നീറ്റ് 2024 680 ഔട്ട് ഓഫ് 720 ഈ ടെസ്റ്റ് സീരീസിൽ നിന്ന്, അത് ഞാൻ ഇവിടെ ഒരു ഡോക്യുമെന്റ് ഷോ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഇത് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ടാവും എങ്ങനെയാണ് ഇവർ ഇത്ര കറക്റ്റ് ആയിട്ട് ഇവരെ ടെസ്റ്റ് സീരീസ് സെറ്റ് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ NTA ലാസ്റ്റ് 5 years പേപ്പർ കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് അവർ ഈ ടെസ്റ്റ് സീരീസ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ നീറ്റ് ആസ്പിരന്റ് ആണെങ്കിൽ ഇതെങ്ങനെയാണ് നിങ്ങളെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് 11th and 12th കൺസെപ്റ്റ്സ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടെസ്റ്റിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരെ ഒരു 3 ടെസ്റ്റ് ആവും ഇങ്ങനെ ഇതുണ്ടാവുക, ആൾട്ടർനേറ്റീവ് ആയിട്ട് 3. അതിലെങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് ടെസ്റ്റ് 11th സിലബസ് ആവും, സെക്കൻഡ് ടെസ്റ്റ് പറഞ്ഞാൽ 12th ആവും, തേർഡ് ടെസ്റ്റ് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ആവും, ആ 11th 12th. അത് നമുക്ക് ഈ സൈഡിൽ കാണിക്കുന്ന ഡോക്യുമെന്റിൽ നോക്കിയാൽ മനസ്സിലാവും. അവര് ലാസ്റ്റ് ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളെ സിലബസ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു പ്ലാൻ പോലെ നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ അധിക പേർക്കും ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടെസ്റ്റ് ചെയ്താൽ തുടങ്ങില്ല. കാരണം എന്താ പറയുക, നിങ്ങളെ സിലബസ് ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള ഒരു പേടിയോണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങില്ല. ബട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്താ, 26 പാർട്ട് ടെസ്റ്റും കിട്ടും, 10 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഈ സിലബസ് തീർന്ന അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റും ഇങ്ങനെ എഴുതി വരാം. അതേപോലെ തന്നെ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ, ഇപ്പോൾ ഈ നീറ്റ് ക്രാക്ക് ആണെങ്കിൽ NCERT മാത്രം വായിച്ചാൽ പോരെ, അങ്ങനെ ടെസ്റ്റ് ചെയ്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ NCERTയിലെ ഏത് ചാപ്റ്ററിന് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് ഏത് ചാപ്റ്ററാണ് വീക്ക്, ഏത് ചാപ്റ്ററിന് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് വെറും NCERT വായിക്കണോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിന് കൂടെ തന്നെ ടെസ്റ്റ് ചെയ്തും വേണം.
അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ OMR മിസ്റ്റേക്സും മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് ബുക്ക് സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ടോപ്പിക്സും മനസ്സിലാക്കാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെമോനീറ്റിന്റെ OMR നിങ്ങൾ അവരുടെ ആപ്പ് പോയി സ്കാൻ ചെയ്താൽ അവരെന്ത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ടും തരും. നിങ്ങൾക്ക് നിങ്ങളെ റോങ് ആൻസേഴ്സ് എന്ത് ചെയ്യും, നേരെ മിസ്റ്റേക്ക് ബുക്ക് സെക്ഷനിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് പോയിട്ട് അവിടെ പോയി റെഫർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് റീ അറ്റംപ്റ്റും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ ഇപ്പോൾ ഈ ആൻസേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനും ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആ ആൻസേഴ്സിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ വിത്ത് വീഡിയോ സൊല്യൂഷൻ നമുക്ക് ഈ ആപ്പിൽ തന്നെ കിട്ടും. അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മളെ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ ഇവർക്ക് 24/7 എന്തുണ്ട്, വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട്. അതിൽ എക്സ്പെർട്ട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മളെ ഡൗട്ട്സ് ഒക്കെ സോൾവ് ചെയ്യാൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഈ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ശരിക്കും ഒരു കോമ്പസ് നീഡിൽ പോലെയാണ്. അപ്പോൾ അത് നമുക്കൊരു കറക്റ്റ് ഡയറക്ഷൻ തരും. ഇപ്പോൾ നിങ്ങളൊരു ഷിപ്പ് ഈ കോമ്പസ് ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് ആ ഷിപ്പ് ജസ്റ്റ് അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണ്ടാവില്ല. അല്ലാതെ നമുക്ക് പോകേണ്ട കറക്റ്റ് ഡയറക്ഷൻ എടുക്കുക എന്നുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഈ ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടും. അതായത് എവിടെയാണ് എൻ്റെ വീക്ക്, എവിടെയാണ് എൻ്റെ വീക്ക്നെസ്, എവിടെയാണ് കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പോകേണ്ട ഒരു ഡയറക്ഷനും ഈ ടെസ്റ്റ് സീരീസ് കൊണ്ട് നമുക്ക് ലഭിക്കും. ഇനി നിങ്ങളെ ചോയ്സാണ് ഈ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. എന്നിട്ട് അത് ഇങ്ങനെ മെല്ലെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകും. ഇനി ഓരോ ടെസ്റ്റിലും നമുക്ക് 5 to 6 ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഓരോ ടെസ്റ്റിൽ. പ്ലസ് അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ 100% NCERT ബേസ്ഡ് ആവും. ഇനി ഇത് ഹിന്ദിയിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. അത് തന്നെ നമുക്ക് ഓൺലൈനിലായിട്ട് കിട്ടും, ഓഫ്ലൈനും കിട്ടും. ഓഫ്ലൈനിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് ആ ടെസ്റ്റ് സീരീസ് കിട്ടും, OMR കിട്ടും, പ്ലസ് ആൻസർ കീ നമുക്കൊരു വിത്തിൻ നമ്മളെ 5 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടും. ഇതിലെ ഫസ്റ്റ് ടെസ്റ്റ് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി എഴുതി നോക്കിയിട്ട് നിങ്ങളെ സില്ലി മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ടെസ്റ്റിനെ കുറിച്ചൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇവരെ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതൊന്ന് പോയി ഡൗൺലോഡ് ആക്കി നോക്കുക. BPT1 അതായത് ഫസ്റ്റ് ടെസ്റ്റും ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇതിന് മുന്നത്തെ ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട്, അതിലൊരു 14 ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, അതും നിങ്ങൾക്ക് ഫ്രീ ആണ്. അതേപോലെ തന്നെ ഈ മെമോനിറ്റിയിൽ ഒരു ഡൗട്ട് റൺ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക, അതേപോലെ തന്നെ ഡൗട്ട്സ് സോൾവും ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഓൺ ചെയ്യുക. ഇതൊരു യൂണീക്ക് ഫീച്ചറാണ് വരെ. ഇനി നിങ്ങൾ വരെ ആപ്പ് നോക്കിയാൽ മതി, അവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ കോൺടാക്ട് നമ്പറും തരാം. അതേപോലെ തന്നെ ഈ 23 നവംബർ മുതൽ ഇവരൊരു വീക്കെൻഡ് സ്പെഷ്യൽ സെയിൽ നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾ സ്റ്റഡി നീറ്റ് എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ടോപ്പിക്ക് ഇങ്ങനെ വരാം. മോക്ക് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും പറയണം കേട്ടുകൊണ്ട് ഫുൾ സിലബസ് തീർത്തിട്ട് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് ഉള്ള ഈ സിലബസ് പ്ലസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ ടൈമിൽ അവർ മോക്ക് ടെസ്റ്റ് ചെയ്തൂല. അവർ ലാസ്റ്റ് ഉള്ള റിവിഷൻ ടൈമിൽ മാത്രം മോക്ക് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് ടെസ്റ്റ് ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് ചാപ്റ്റർ വൈസോ അല്ലെങ്കിൽ നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിലോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതുക. അത് പലരും സ്കിപ്പ് ചെയ്യണമൊക്കെ ഞാൻ കണ്ടുപോകണം. ആ ടൈം നമുക്ക് പഠിച്ചു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മോക്ക് ടെസ്റ്റ് എപ്പോഴും നമുക്കൊരു സെൽഫ് അസസ്മെന്റ് തരും. പിന്നെ നമുക്കറിയാലോ നീറ്റ് ഒരു MCQ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ ആ ഒരു എക്സാമിനുള്ള നമ്മളൊരു എന്ത് ചെയ്യുക, അവർ അഡാപ്റ്റ് ചെയ്യും. പ്ലസ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ റിവിഷൻ. ഇപ്പോൾ റിവിഷൻ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ നമ്മൾ ആ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ കോറിലേറ്റ് ചെയ്തിട്ടുള്ള NCERT ഡയഗ്രം ആണെങ്കിലോ ബോക്സ് ആണെങ്കിലോ പാരഗ്രാഫ് ആണെങ്കിലും നമ്മൾ എടുത്തു വായിക്കും. അതല്ലാതെ തന്നെ ഇപ്പോൾ മറ്റന്നാളൊരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ തലേന്നെങ്കിലും ആ ഒരു സിലബസ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ ഈ പാർട്ട് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് റിവിഷന് നല്ലോണം കൂടിയിട്ട് നമ്മുടെ മണ്ടയിൽ ആ കൺസെപ്റ്റ് നിൽക്കണ ടൈം കൂടും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫസ്റ്റ് സിലബസ് എന്നുള്ള ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, പാർട്ട് ടെസ്റ്റുകൾ എഴുതി തുടങ്ങുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ അവസാനത്തേക്ക് ഫുൾ ടെസ്റ്റ് എഴുതി തുടങ്ങുക. ഞാൻ പറഞ്ഞില്ലേ ഈ ലാസ്റ്റ് 2 months അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒറ്റ പേപ്പർ, ഡെയിലി ഓരോ പേപ്പർ. ഞാൻ എല്ലാവരും കൂടുതൽ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് എഴുതുക, അതിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ ചെയ്തു നിങ്ങൾ പ്രോപ്പറായിട്ട്, അതായത് സിലബസ് ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്തു, പിന്നെ പാർട്ട് ടെസ്റ്റ് ഒക്കെ മോക്ക് ടെസ്റ്റിൽ എഴുതിയിട്ട് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ ലാസ്റ്റ് കോർ ടൈം ആയിട്ടുള്ള ലാസ്റ്റ് 2 months എത്തി. ഈ ലാസ്റ്റ് 2 months നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ, ഫസ്റ്റ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി അറ്റ്ലീസ്റ്റ് 1 മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്യണം. അതായത് ആ 2 to 5 PM ഉണ്ടല്ലോ നീറ്റിൻ്റെ ടൈം, ആ ടൈമിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് എഴുതിയിരിക്കണം. പ്ലസ് അത് എന്തായാലും കമ്പൽസറി ആയിട്ട് അതിനെ അനലൈസ് ചെയ്യണം വേണം. ഇപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അനലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്തത് വെറുതെ എന്നുള്ളത് ഞാൻ പറയുള്ളൂ, വെറുതെ 3 hour വേസ്റ്റ് ചെയ്ത പോലെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ മോക്ക് ടെസ്റ്റ് ചെയ്തും ചെയ്യുക, അതിനനുസരിച്ച് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്നാൽ റിവൈസ്. നീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ
നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എത്ര പെട്ടെന്ന് നിങ്ങളെ കൺസെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ, ഇത് ഈ ഭാഗത്ത്, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഈ നോട്ടിൽ ഈ ഫോർമുല വെച്ചാണ്, അല്ലെങ്കിൽ ബയോളജി വായിക്കുമ്പോൾ ഇത് ഈ പേജിൽ ഈ ഡയഗ്രത്തെ ഇതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലൈനിനെ, ഈ പാരഗ്രാഫത്തെ ഈ ലൈനാണ് ചോദിക്കണം എന്നുള്ളത് എത്ര പെട്ടെന്ന് കത്തുന്നു അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ആ ലെവൽ എങ്ങനെ അച്ചീവ് ചെയ്യിച്ചാൽ ഇത്രയേ ഉള്ളൂ. റിവൈസ് നിങ്ങളെ കൊണ്ട് എത്ര പറ്റും അത്ര റിവൈസ് ചെയ്യുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. നിങ്ങൾ കുറേ പഠിച്ചു, ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റും, അതായത് സിലബസ്, കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, കുറേ മോക്ക് ടെസ്റ്റ് ചെയ്തു, ഇതൊന്നും നിങ്ങൾ റിവൈസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും മോക്ക് ടെസ്റ്റും എങ്ങനെ റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അതിൽ തെറ്റിയത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിച്ചത് വെറുതാവും. നീറ്റ് ടൈമിൽ ഓർമ്മ വരില്ല. കാരണം ഹ്യൂമൻ ബ്രെയിൻ ആണല്ലോ, ഏത് മനുഷ്യനായാലും മറക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ റിവൈസ് എത്ര പറ്റും അത്ര റിവൈസ് ചെയ്യുക. ഇനി റിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു സൂപ്പർഫിഷ്യലായി പറഞ്ഞിട്ടാണെങ്കിൽ ബയോ, ഇനോർഗാനിക്, ഓർഗാനിക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, NCERT റിവൈസ് ചെയ്യുക. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത ഷോർട്ട് നോട്ട്സും ആ നോട്ട്സും അതിലുള്ള ഫോർമുലാസും പിന്നെ ആ ഗ്രാഫ് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എത്ര പറ്റും അത്ര റിവൈസ് ചെയ്യുക. ഇതിൽ റിവിഷന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ബയോളജി, ഇനോർഗാനിക് ഒക്കെയാണ്. കാരണം അത് നല്ല, ഇപ്പോൾ ഇനോർഗാനിക് ഒക്കെ ഭയങ്കര വളർച്ചയായി നമുക്കറിയാലോ. അപ്പോൾ എത്ര വട്ടം റിവൈസ് ചെയ്യാൻ പറ്റും അത്ര വട്ടം റിവൈസ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഏത് ഇയർ വരെ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറയും ഏറ്റവും ഇതായിട്ട് നിങ്ങളൊരു 2013 മുതൽ ചെയ്യാൻ നോക്കുക. ഇനി അതിൻ്റെ ബാക്ക് പോയാൽ ടൈം ഉണ്ടെങ്കിൽ അത്ര നല്ലത്. അപ്പോൾ 2013 വരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. പ്ലസ് ബോണസ് ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാം. JEE മെയിൻസിൻ്റെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ചെയ്ത് നോക്കുക. ഒരു 2019 NTA വന്ന ശേഷമുള്ള JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അത് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഈ JEE മെയിനിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റായിട്ട് എനിക്ക് ഒറ്റൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ളൂ. ഇതാണ് ഈ വീഡിയോയിൽ എനിക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നിങ്ങൾ കൺസിസ്റ്റൻറ്റും ഡിസിപ്ലിൻഡും ആവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു കോമ്പറ്റീഷനാണ്, നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ ലാക്സ് ഓഫ് ആസ്പിറൻസ് ചെയ്താണ് കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് എന്താണോ ചെയ്യാത്തത് അത് നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും സിലബസ് തീർക്കുന്നുണ്ടാവും, എല്ലാവരും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇത് എന്തുകൊണ്ട് ഈ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ മാത്രം, ഇപ്പോൾ പെർസെൻറ്റേജ് ഗെറ്റിംഗ് സെലക്റ്റഡ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ മാത്രം ഡിഫറെൻ്റ് ആവണം? ഇപ്പം നീറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നീറ്റ് എത്ര സ്റ്റുഡൻസ് എഴുതണോ അതിൽ നിന്ന് എത്ര ആൾക്കാർ ഇത് ക്വാളിഫൈ ആവണോ എന്നുള്ള പെർസെൻറ്റേജ് നോക്കിയാൽ എത്രയോ കുറവാണ്. അപ്പോൾ എന്താണ് ആ ടോപ്പ് പെർസെൻറ്റേജ് ആൾക്കാരെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്നുള്ളത് ഈ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നത്, എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസിപ്ലിൻഡ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ ചിന്തിച്ചാൽ മതി. എന്താണ് ചിന്തിക്കുന്നത് വെച്ചാൽ ഇതൊരു കോമ്പറ്റീഷനാണ്. നിങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നിയ പോലെ പഠിക്കുക, എനിക്ക് ഇത്രയൊക്കെ പഠിക്കുള്ളൂ, എനിക്ക് ഇത്ര എൻ്റെ കംഫർട്ട് ലെവൽ, കംഫർട്ട് സോൺ കിടന്നിട്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. കംഫർട്ട് സോൺ, നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് കിടന്നിട്ട് എന്ത് ചെയ്യുക, എനിക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുക. അങ്ങനത്തെ മൈൻഡ് സെറ്റാണ് സത്യം പറയാനാണ് ഈ കോമ്പറ്റീഷനിക്ക് കയറണ്ടെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ വെറുതെ നിങ്ങൾ ഇയർ വേസ്റ്റ് ആക്കണം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒരു മാരത്തോൺ, ഒരു ലോങ് മാരത്തോൺ, ഒരു 4000 മീറ്ററോ 5000 മീറ്ററോ മാരത്തോണാണ് സങ്കല്പിക്കുക. എന്നിട്ട് ഒരു റേസ് നടക്കുന്നിടയിൽ ഇപ്പം ഞാനിങ്ങനെ ഓടുന്നിടയിൽ ഞാൻ പറയണം, എനിക്ക് ഇങ്ങനെയൊക്കെ ഓടാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ അവിടെ നല്ല അടിപൊളി ടാലൻറ്റഡ് ഓടുന്ന ആൾക്കാരുണ്ട്. വേറെ 10 ആൾക്കാരോട് ഓടുന്ന വിചാരിച്ചു, വേറെ 9 ആൾക്കാർ നല്ല ടാലൻറ്റഡാണ്. അപ്പം ഞാനിങ്ങനെ പറയാം, അവരെങ്ങനെയും ഓടിക്കോട്ടെ, എനിക്ക് ഇങ്ങനെയൊക്കെ ഓടാൻ പറ്റും, എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മെല്ലെ നിൽക്കണം, ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം കുടിക്കാൻ നിർത്തണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എന്താണ് പറ്റുക, അതേപോലെയാണ് ഇപ്പോഴും പറ്റുക. കാരണം എത്രയോ ആസ്പിറൻസ് ഇതിനു വേണ്ടി മരിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താവുക, ഒന്നും സംഭവിക്കൂല. അതായത് നമുക്ക് കിട്ടൂല, ആ പ്രോപ്പറായിട്ട് പഠിച്ചവർ കിട്ടും. അപ്പം ആ ടോപ്പ് പെർസെൻറ്റേജ് കയറണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാതും മറന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു ഡ്രീം കോളേജ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ സ്വപ്നം കാണാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയല്ലോ, അതിനെങ്ങനെ ഇപ്പം രാവിലെ നീച്ചിട്ടോ പഠിക്കാൻ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോഴൊക്കെ ആ ഡ്രീം കോളേജ്, നമ്മളെ പാരൻസ് നമ്മളെ കോളേജിലേക്ക് ആക്കണു, നമ്മളെ വൈറ്റ് കോട്ട് എടുക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കണു, നമ്മൾ ഗ്രാജുവേഷൻ ഡേക്ക് അവർ ഇതാവണം. അപ്പോൾ അവരെ ഹാപ്പിനെസ്, പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്ട്, ആ വൈറ്റ് കോട്ട് ഇട്ടിട്ടുള്ള മൊമെൻറ്റ്, അതൊക്കെ ചിന്തിച്ചിട്ട്, അതൊക്കെ പ്രോപ്പറായിട്ട് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഡിസ്ട്രാക്ഷൻസും പോവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ഒക്കെ വരും.
അപ്പൊ ഇനി ഞാൻ പറഞ്ഞ പോലെ വെറും 160 ഡേയ്സ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈ ഒരു 160 ഡേയ്സ് നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെയുള്ള ലൈഫ്, ഇപ്പോൾ കോളേജിൽ എത്തിയാൽ പഠിപ്പില്ല എന്ന് ഞാൻ പറയില്ല, എന്നാലും നല്ല എൻജോയ് ചെയ്ത് നിങ്ങളെ ഹോബീസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ ഇനി ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവില്ല, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇനിയുള്ള എൻ്റെ ബാക്കിയുള്ള സമയം ഫുള്ള് ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുള്ള. എന്ത് ചെയ്യുക, നിങ്ങളൊരു ഓത്ത് പോലെ എടുത്തിട്ട് ഇവിടെ കമന്റ് ചെയ്തിട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കമന്റിനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിക്കോ. അപ്പൊ ഞാൻ എന്താ ഷുക്കൂറിന്റെ ചാനലിൽ ഇങ്ങനെ കമന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പോയിട്ട് താഴെ കമന്റ് ചെയ്തത്, ഞാൻ ഇനിയും ഡിസ്ട്രാക്റ്റഡ് ആവില്ല, നീറ്റ് ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും. ഇപ്പം ഞാനൊരു ഗൈഡ് ചെയ്ത സ്റ്റുഡൻറ്റ് ഇങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്താൽ എനിക്കും നല്ലോണം ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ എന്ത് പറയാം, ഇപ്പം നീറ്റ് ക്രാക്ക് ചെയ്ത ശേഷം ഒന്ന് പറഞ്ഞാൽ മതി, എന്ത് സർ അങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ട്, സേറിനൊന്നും വേണ്ട, ശുക്ർ ഈ അങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നു, ഇപ്പം ഞാൻ ക്രാക്ക് ചെയ്തു. അത് കേൾക്കുമ്പോൾ എനിക്കും ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനിയും മുതൽ ഫുള്ള് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഈ പ്ലാന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാൻ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് പറഞ്ഞാൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താണ് ഇനി വേറെ നെക്സ്റ്റ് കണ്ടന്റ് വേണ്ടതോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ എന്തെങ്കിലും പോയിന്റ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, ഞാൻ അതിനുള്ള ആൻസർ തരാം. അപ്പോൾ ഇനി നെക്സ്റ്റ് കണ്ടന്റ് എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.